ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റുകളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി 4-ാം തീയതിയാണ്. 5-ന് സൂക്ഷ്മ പരിശോധന. 8-ാം തീയതി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിയുന്നതോടുകൂടി സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയുണ്ടാകും. 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രചരണം ഉച്ചസ്ഥായിയിലാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ മണ്ഡലമായ തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും സിറ്റിംഗ് എം പിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ശശി തരൂരും മുൻ എം പി പന്ന്യൻ രവീന്ദ്രനും തമ്മിലാണ് പോരാട്ടം. ശക്തമായ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. തൊട്ടടുത്ത ആറ്റിങ്ങലിലും കേന്ദ്രമന്ത്രി വി മുരളീധരൻ കോൺഗ്രസിലെ സിറ്റിംഗ് എം പി അടൂർ പ്രകാശിനെയും LDFിലെ സിറ്റിംഗ് MLA വി ജോയിയെയുമാണ് നേരിടുന്നത്. ഇവിടെയും ശക്തമായ ത്രികോണ മത്സരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് പത്തനംതിട്ട. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ സിറ്റിംഗ് MP ആൻ്റോ ആൻ്റണിയാണ് UDF സ്ഥാനാർത്ഥി. മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ് LDF സ്ഥാനാർത്ഥി. സിറ്റിംഗ് MP NK പ്രേമചന്ദ്രൻ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കൊല്ലത്ത് കൃഷ്ണകുമാറാണ് BJP സ്ഥാനാർത്ഥി. M മുകേഷ് സിനിമാ നടൻ MLA കൊല്ലത്തെ MLA ആയ മുകേഷാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. സംവരണ മണ്ഡലമായ മാവേലിക്കരയിൽ ബൈജു കലാശാല BDJS, കൊടിക്കുന്നിൽ സുരേഷ് UDF, CA അരുൺകുമാർ LDF എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ബൈജു കലാശാല നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ആളാണ്. കൊടിക്കുന്നിൽ സുരേഷ് പലതവണയായിട്ട് മാവേലിക്കര മണ്ഡലത്തിനെ പ്രതികരിക്കുന്ന സിറ്റിംഗ് MP ആണ്. CA അരുൺകുമാറാണ് CPIയുടെ നവാഗതനായ സ്ഥാനാർത്ഥി. ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ BJP, KC വേണുഗോപാൽ UDF, AM ആരിഫ് LDF. അടുത്ത പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ എന്ന് പരിഗണിക്കപ്പെടുന്ന KC വേണുഗോപാലാണ് UDF സ്ഥാനാർത്ഥിയായിട്ട് ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFിന് ലഭിച്ച ഏക സീറ്റാണ് ആലപ്പുഴ. ഇത്തവണ ശോഭാ സുരേന്ദ്രനാണ് BJP സ്ഥാനാർത്ഥി. ഇടുക്കി സംഗീത വിശ്വനാഥ് BDJS, ഡീൻ കുര്യാക്കോസ് UDF, ജോയ്സ് ജോർജ് LDF. സിറ്റിംഗ് MP ഡീൻ കുര്യാക്കോസ് തന്നെയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. അതിനു മുമ്പ് ഇടുക്കിയിൽ ജയിച്ച ജോയ്സ് ജോർജ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. BDJS നേതാവ് സംഗീത വിശ്വനാഥനാണ് BDJS BJP NDA മുന്നണിയുടെ സ്ഥാനാർത്ഥി. കോട്ടയം തുഷാർ വെള്ളാപ്പള്ളി BDJS, ഫ്രാൻസിസ് ജോർജ് UDF, തോമസ് ചാഴിക്കാടൻ LDF. സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടൻ UDF ടിക്കറ്റിലാണ് മത്സരിച്ച് ജയിച്ചതെങ്കിലും ഇപ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പ്രതികരിക്കുന്നു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാവ് ഫ്രാൻസിസ് ജോർജാണ് UDF സ്ഥാനാർത്ഥി. BJP മുന്നണി BDJSൻ്റെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയാണ്. അദ്ദേഹം BDJS സംസ്ഥാന പ്രസിഡൻറ്റും SNDP യോഗം വൈസ് പ്രസിഡൻറ്റും SN ട്രസ്റ്റിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുമാണ്. എറണാകുളം KS രാധാകൃഷ്ണൻ BJP, ഹൈബി ഈഡൻ UDF, KJ ഷൈൻ LDF. സിറ്റിംഗ് MP ഹൈബി ഈഡനെ തന്നെയാണ് UDF നിർത്തിയിരിക്കുന്നത്. ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് LDF നിർത്തിയിരിക്കുന്നത്, KJ ഷൈനിനെ. BJP ആകട്ടെ അവരുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും മുൻ കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറും PSC ചെയർമാനുമായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണനെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. ചാലക്കുടി KA ഉണ്ണികൃഷ്ണൻ BDJS, ബെന്നി ബെഹനാൻ UDF, C രവീന്ദ്രനാഥ് LDF. സിറ്റിംഗ് MP ബെന്നി ബെഹനാനാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. മുൻ മന്ത്രി C രവീന്ദ്രനാഥ് LDF സ്ഥാനാർത്ഥിയാണ്. KA ഉണ്ണികൃഷ്ണൻ BDJS നേതാവ് KA ഉണ്ണികൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. തൃശ്ശൂർ സുരേഷ് ഗോപി BJP, K മുരളീധരൻ UDF, VS സുനിൽകുമാർ LDF. കേരളത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ. BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സാന്നിധ്യം തന്നെയാണ് അതിന് പ്രധാന കാരണം. കഴിഞ്ഞ 4-1 വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞ സുരേഷ് ഗോപി ഇത്തവണ ജയിക്കാൻ തന്നെയുള്ള പുറപ്പാടിലാണ്. അതേസമയം വടകര MP ആയിരുന്ന K മുരളീധരനാണ് UDF സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസ് ഏതാണ്ട് മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും മാറ്റിയപ്പോൾ തൃശ്ശൂർ MPക്ക് സീറ്റ് കൊടുത്തില്ല. പകരം വടകര MPയെ തൃശ്ശൂരിലേക്ക് മത്സരിപ്പിക്കുകയാണ്. വടകരയിൽ മത്സരിക്കുന്നത് ഷാഫി പറമ്പിൽ പാലക്കാട് MLA ആണ്. VS സുനിൽകുമാർ മുൻ മന്ത്രി VS സുനിൽകുമാറാണ് തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി. ആലത്തൂർ ഡോക്ടർ TN സരസു BJP, രമ്യ ഹരിദാസ് UDF, K രാധാകൃഷ്ണൻ LDF. സിറ്റിംഗ് MP രമ്യ ഹരിദാസ് UDFിൻ്റെ സ്ഥാനാർത്ഥി. പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലായിരുന്ന TN സരസു ആണ് BJP സ്ഥാനാർത്ഥി. അവരുടെ റിട്ടയർമെൻറ്റ് ദിവസം അവരുടെ കുഴിമാടം SFIക്കാർ ഒരുക്കിയിരുന്നു. SFIയുടെയും AKGCTയുടെയും ആധിപത്യത്തിനെതിരായിട്ട് കോളേജിൽ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പ്രിൻസിപ്പലാണ് ഡോക്ടർ TN സരസു. അതേസമയം K രാധാകൃഷ്ണൻ
മുൻ മന്ത്രിയും മുൻ സ്പീക്കർ ആലത്തൂർ സംവരണ മണ്ഡലത്തിൽ നിന്ന് LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. പാലക്കാട് C. കൃഷ്ണകുമാർ BJP, VK ശ്രീകണ്ഠൻ UDF, A. വിജയരാഘവൻ LDF. സിറ്റിംഗ് MP VK ശ്രീകണ്ഠൻ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാറാണ് BJP സ്ഥാനാർത്ഥി. CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ A. വിജയരാഘവനാണ് LDF സ്ഥാനാർത്ഥി. പൊന്നാനി നിവേദിത സുബ്രഹ്മണ്യൻ BJP, അബ്ദുൾ സമദ് സമദാനി UDF, K. സംസ LDF. സിറ്റിംഗ് MP ET മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് മത്സരിക്കുമ്പോൾ പൊന്നാനിയിൽ മലപ്പുറത്തെ MP ആയിരുന്ന അബ്ദുൾ സമദ് സമദാനിയാണ് മത്സരിക്കുന്നത്. നിവേദിത സുബ്രഹ്മണ്യനാണ് BJP സ്ഥാനാർത്ഥി. മലപ്പുറം ഡോക്ടർ അബ്ദുൽ സലാം BJP, ET മുഹമ്മദ് ബഷീർ UDF, V. വസീഫ് LDF. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലമാണ് വയനാട്. K. സുരേന്ദ്രൻ BJP, രാഹുൽ ഗാന്ധി UDF, ആനി രാജ LDF. രാഹുൽ ഗാന്ധി എതിർക്കാൻ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ്. CPIയുടെ ദേശീയ നേതാവ് ആനി രാജയാണ് വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി. കോഴിക്കോട് MT രമേശ് BJP, MK രാഘവൻ UDF, എളമരം കരീം LDF. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് നേരത്തെയും ഇവിടെ നിന്ന് മത്സരിച്ചിരുന്നു. MK രാഘവൻ സിറ്റിംഗ് MP ആണ്. 2-3 തവണയായി അദ്ദേഹം ജയിക്കുന്നു. എളമരം കരീം നിലവിൽ CPM സ്ഥാനാർത്ഥി എളമരം കരീം രാജ്യസഭാംഗമാണ്. വടകര CR പ്രഫുൽ കൃഷ്ണ BJP, ഷാഫി പറമ്പിൽ UDF, KK ശൈലജ LDF. ഷാഫി പറമ്പിൽ പാലക്കാട് MLA ആണ്. അദ്ദേഹത്തെ വടകരയിലേക്ക് K. മുരളീധരന് പകരമാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. KK ശൈലജ നേരത്തെ ആരോഗ്യ മന്ത്രിയായിരുന്നു. മട്ടന്നൂരിലെ MLA ആണ്. 2 MLAമാർ പരസ്പരം പോരടിക്കുന്ന മണ്ഡലമാണ് വടകര. കണ്ണൂർ C. രഘുനാഥ് BJP, K. സുധാകരൻ UDF, MV ജയരാജൻ LDF. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച C. രഘുനാഥാണ് കണ്ണൂരിലെ BJP സ്ഥാനാർത്ഥി. അദ്ദേഹം കോൺഗ്രസിന് രാജിവെച്ച് BJP ചേരുകയായിരുന്നു. KPCC പ്രസിഡന്റും സിറ്റിംഗ് MPയുമായ K. സുധാകരനാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് LDF സ്ഥാനാർത്ഥി. കാസർഗോഡ് ML അശ്വിനി BJP, രാജ്മോഹൻ ഉണ്ണിത്താൻ UDF, MV ബാലകൃഷ്ണൻ LDF. ML അശ്വിനി BJPയുടെ വനിതാ നേതാവാണ്. പാർലമെന്ററി തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പ്രതിനിധിയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ സിറ്റിംഗ് MPയാണ്. കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവാണ്. MV ബാലകൃഷ്ണൻ CPMൻ്റെ ജില്ലാ നേതാവാണ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ്.com സബ്സ്ക്രൈബ് ചെയ്യുക.